സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഹെയ്തിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 3 കന്യാസ്ത്രീകൾക്ക് മോചനം. പോർട്ട് ഓ പ്രിൻസ്. ഹെയ്തിയിൽ നിന്നും അക്രമികൾ തട്ടിക്കൊണ്ടുപോയ 3 കന്യാസ്ത്രീകളെ വിട്ടയച്ചു. മാഡ്ലൈൻ കമ്മ്യൂണിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂണിലെ സെന്റ് ജോസഫ് സമൂഹാംഗങ്ങളായ സിസ്റ്റേഴ്സാണ് ഒരു ദിവസം നീണ്ട തടവിന് ശേഷം മോചിതരായിരിക്കുന്നത്. പ്രദേശത്തെ ഒരു അനാഥാലയത്തിൽ കന്യാസ്ത്രീകൾ സേവനം ചെയ്തു വരികയായിരുന്നു. 400 മാവോസ സംഘമാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ഓ പ്രിൻസിലെ ഈ പ്രദേശം നിയന്ത്രിക്കുന്നത്. സന്യാസിനികളെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഇവരാണെന്നാണ് സൂചന. തലസ്ഥാനത്തിൻ്റെ 80% പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ക്രിമിനൽ ഗ്രൂപ്പുകൾ രാജ്യത്തെ ഏറ്റവും വലിയ 2 ജയിലുകളിൽ നിന്നും 5000-ലധികം തടവുകാരെ മോചിപ്പിച്ചതിന് ശേഷം അക്രമം ഉച്ചസ്ഥായിലെത്തുകയായിരുന്നു. കാരിഫോ ഫ്യൂലെസിലെ സെന്റ് ജെറാഡ് ഇടവകയിലെ മുൻ ഇടവക വികാരിയായ ഫാദർ ഗീൽബർട്ട് പെൽട്രോപ്പാണ് മോചന വാർത്ത സ്ഥിരീകരിച്ചത്. മോചനദ്രവ്യമായി പണം നൽകിയോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മാർച്ച് 5 ചൊവ്വാഴ്ചയാണ് കന്യാസ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയതെന്നും 24 മണിക്കൂറിന് ഇവർ മോചിതരാകുകയായിരുന്നുവെന്നും ഇദ്ദേഹം അറിയിച്ചു. ഹെയ്തിയിൽ സായുധ മാഫിയ സംഘങ്ങളുടെ കലാപം ശമനമില്ലാതെ തുടരുകയാണ്. അടിയന്തരാവസ്ഥയ്ക്കിടയിലും സംഘർഷഭരിതമാണ് ഹെയ്തി. തിങ്കളാഴ്ച പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോലീസും സായുധ സംഘങ്ങളും ഏറ്റുമുട്ടി. വിദേശത്തുള്ള പ്രധാനമന്ത്രിയുടെ തിരിച്ചുവരവ് തടഞ്ഞ് രാജിവെപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന അക്രമങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഗുണ്ടാത്തലവൻ ജിമ്മി ക്രീസിയെ പറഞ്ഞു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹമാണ് സായുധ സംഘങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.